സൂറത്ത് മറിയമിലെ 8-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. ഇനി 9 എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا ഒന്നുകൂടെ. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുന്നു. ദീർഘമായ കാലങ്ങൾക്ക് ശേഷം അങ്ങേയറ്റം പ്രായമായ സമയത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് സന്താനത്തെ നൽകാമെന്ന വാഗ്ദാനം നൽകുകയും ആ സന്തോഷ വാർത്ത ഒരു മലക്ക് മുഖേന അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്താണ് നമ്മൾ പറഞ്ഞത്. സന്താനം ഉണ്ടാവുമെന്ന് പറഞ്ഞു മാത്രമല്ല, കുട്ടിയുടെ പേരടക്കം യഹ്യ എന്ന പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആ നിലക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ആ സന്തോഷ വാർത്ത കിട്ടിയപ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷവും അതിശയവുമായി ചോദിച്ച ചോദ്യമാണ് 8-ാമത്തെ ആയത്ത്. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം വകാനത് ഇംറഅതി ആഖിറ. അപ്പോൾ എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? കാരണം എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഞാനാവട്ടെ പ്രായാധിക്യത്തിൽ വാർദ്ധക്യത്തിനാൽ അങ്ങേയറ്റത്തെ വരൾച്ച ദൗർബല്യം പ്രാപിച്ചിട്ടുമുണ്ട് റബ്ബേ. പിന്നെ എങ്ങനെയാണ് എനിക്ക് സന്താനമുണ്ടാവുക? അഥവാ പ്രകൃതിപരമായി കുട്ടിയുണ്ടാവാനുള്ള സാഹചര്യം ഭർത്താവിനുമില്ല, ഭാര്യയ്ക്കുമില്ല. ഭർത്താവ് അങ്ങേയറ്റം പ്രായമായി ഒരു സന്താനോൽപാദനം നടക്കാവുന്ന സമയം കഴിഞ്ഞു. ഭാര്യയാണെങ്കിൽ ആക്ടർ, പ്രസവിക്കാത്ത വന്ധ്യയായ സ്ത്രീയുമാണ്. എന്നിരിക്കെ എനിക്കെങ്ങനെയാണ് ഇനി കുട്ടിയുണ്ടാവുക എന്ന് സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതിശയം റബ്ബിൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്നു. അത് അള്ളാഹു നൽകുന്ന മറുപടിയാണ് ഈ 9-ാമത്തെ വചനം. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. ഖാല അല്ലാഹു തആല പറഞ്ഞു, കദാലിക് കാര്യം അങ്ങനെ തന്നെയാണ്, അപ്രകാരം തന്നെയാണ്. കദാലിക അപ്രകാരം തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. നിൻ്റെ ന്യായം ശരിയാണ് അർത്ഥം. സാധാരണഗതിയിൽ കുട്ടി ഉണ്ടാവാനുള്ള വഴികളെല്ലാം ഇവിടെ ഇല്ല, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രകൃതിയിൽ നടക്കുന്ന വ്യവസ്ഥയെ കാണിച്ചുകൊണ്ടാണ് സക്കറിയ നബിയുടെ ചോദ്യം. ഒരു കാര്യകാരണ ബന്ധം, ഒരു വ്യവസ്ഥ, അതുമായി ബന്ധപ്പെടുത്തിയാണ് ആ ചോദ്യം. അപ്പോൾ അതിനെല്ലാം അംഗീകരിക്കുന്നു, ശരിയാണ്, അതങ്ങനെ തന്നെയാണ്, കുട്ടി ഉണ്ടാവാനുള്ള സാഹചര്യം ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. ഖാല റബ്ബുക, നിൻ്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, ഹുവ അത്, അലയ്യ എൻ്റെ മേൽ, ഹയ്യിനുൻ എളുപ്പമുള്ള കാര്യമാകുന്നു, നിസ്സാരമായ
കാര്യമാകുന്നു എന്ന് നിന്റെ റബ്ബ് പറയുന്നു. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. ഇത് പറയാത്ത വാക്ക് ഹയ്യിൻ എന്നത് മാത്രമാണ്. ഹയ്യിൻ ഹയ്യിൻ പരിചയമില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പദങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഏതാ? ഹൂന്, ഹൗന്. വഇബാദുർ റഹ്മാൻ യംശൂന അലൽ അർളി ഹൗന. ഹൗൻ, ഹയ്യിൻ, ഹാന യഹൂനു. ഹാന യഹൂനു എന്നാണ് അതിൻ്റെ ശരിയായ മാളി. ഹാന. ഹാന എന്ന് പറഞ്ഞാൽ എളുപ്പമായി അല്ലെങ്കിൽ നിസ്സാരമായി. ഹാന എളുപ്പമായി, ഒരു പ്രയാസമില്ലാതായി മാറുക. അതിനാണ് ഹാന യഹൂനു. ഹൗൻ അസ്ല് ഹവന. ഹാന യഹൂനു നിസ്സാരമാവുക, പ്രയാസമില്ലാതായി മാറുക എന്നൊക്കെയാണ് വാക്കർത്ഥം. ഹൗന് എളുപ്പം. ഹയ്യിൻ എളുപ്പമുള്ളത്. ഹയ്യിൻ എളുപ്പമുള്ളത്, നിസ്സാരമായത്. അക്കിമും വന്ധ്യ പ്രസവിക്കാത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ. ഖാല കദാലിക അതേ കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഖാല റബ്ബുക എൻ്റെ റബ്ബ് പറയുന്നു ഹുവ അലയ്യ ഹയ്യിൻ എനിക്കത് നിസ്സാരമാകുന്നു. കാരണം എന്താണ്? പ്രസവിക്കാത്തവളായാൽ പ്രസവിക്കുക എന്നുള്ള വ്യവസ്ഥ വെച്ചത് അള്ളാഹുവാണ്. പ്രായമായാൽ പിന്നെ ഉൽപ്പാദനം നടക്കില്ല, അത് അല്ല വെച്ചൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ മറികടന്നുകൊണ്ട് വ്യവസ്ഥക്ക് അതീതമായി കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹ്ക്ക് വ്യവസ്ഥ ഒന്നും ആവശ്യമില്ല. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ യഖൂല ലഹു കുൻ ഫയക്കൂൻ ഉണ്ടാകണമെന്ന് അള്ളാഹു പറയേണ്ട താമസമുള്ളൂ, അതുണ്ടാകും. അള്ളാഹുവിന് ഈ വ്യവസ്ഥകളൊന്നും ആവശ്യമില്ല. എന്നാൽ ദുനിയാവിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടികൾ വസിക്കുമ്പോൾ അവിടെ സുഗമമായ ഒരു പോക്കിന് വേണ്ടി അള്ളാഹ് വെച്ച വ്യവസ്ഥകൾ മാത്രമാണ് ഇതൊക്കെ. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഈ വ്യവസ്ഥ ഒന്നും ആവശ്യം. ഒരു മരം സൃഷ്ടിക്കണം, നമ്മൾ ഒരു മരം ഉണ്ടാക്കാനാണെങ്കിൽ കുത്തെടുത്ത് അത് കുഴിച്ചിട്ട് വളമിട്ട് വെള്ളമൊഴിച്ച് പരിചരിച്ച് അങ്ങനെ വേണം അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ. അള്ളാഹുവിന് ഇവിടെ ഒരു മരം ഉണ്ടാക്കണമെങ്കിൽ അതിനൊന്നും ഒരാവശ്യമില്ല. ഒരു വിത്തും വേണ്ട, ഒന്നും വേണ്ട, ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു പറഞ്ഞാൽ അതുണ്ടാകും. അപ്പം ഇങ്ങനെ വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ. ഇതാണ് നമ്മൾ സാധാരണ പറയണ അഭൗതികമായ കഴിവ്, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്. അതാണ് അഭൗതികമായ കഴിവ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ സംവിധാനങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള കഴിവുകൾ. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഹുവ അലയ്യ ഹയ്യിൻ എനിക്കത് എളുപ്പമാണ്. അപ്പോൾ അല്ലാത്തവർക്കും അത് എളുപ്പമാണെങ്കിലോ പിന്നെ ഇതിനർത്ഥമില്ലല്ലോ. വൈദേശികത് എളുപ്പമാണ്, മടവൂരിന് എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. ഇത് നബിയോടാണ് പറയണത്. മൊഴിസത്തുള്ള വഹിയുള്ള ഒരു നബിയോടാണ് പറയണത് ഹുവ അലയ്യ ഹയ്യിൻ. ഈ മടവൂരിനേക്കാളൊക്കെ മേലുള്ളതൊക്കെ നബി. അപ്പോൾ അത് പഠിച്ചപ്പോൾ എനിക്ക് എളുപ്പമല്ലേ എന്നാണ് ചോദിക്കുക. നമ്മുടെ നാട്ടിൽ വിചാരിക്കപ്പെടുന്നത് പോലെയാണ് കറാമത്തും മൊഴിസത്തൊക്കെ എങ്കിൽ മൊഴിസത്തുള്ള നബിയാണ് ചോദിച്ചത്, റബ്ബേ എങ്ങനെ കുട്ടി ഉണ്ടാകും, പ്രായമായല്ലോ, ഭാര്യ പ്രസവിക്കാത്തവളാണല്ലോ, അതങ്ങനെ തന്നെ, പക്ഷേ എനിക്ക് എളുപ്പമാണ്, അതിപ്പോൾ എനിക്ക് എളുപ്പമാണല്ലോ എന്നാണെന്ന് ചോദിക്കേണ്ടത്. അതുണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയാണ്. ആണിനെ പെണ്ണാക്കലും പെണ്ണിനെ ആണാക്കലും കുട്ടിയില്ലാത്ത കുട്ടിനെ കൊടുക്കലൊക്കെയാണ് ഇപ്പോൾ ഔലിയാക്കന്മാരെ പണിയായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതെ, കൊടുത്ത കഴിവന് അല മേൽ, അലയ്യ എൻ്റെ മേൽ, അലൈന ഞങ്ങളുടെ മേൽ, അലൈക്ക നിൻ്റെ മേൽ. അതെ, ഹുവ അലയ്യ ഹയ്യിൻ അത് എനിക്ക് എൻ്റെ മേലത് നിസ്സാരമാണ്, എനിക്കത് എളുപ്പമുള്ള കാര്യമാണ് എന്നിതാ റബ്ബ് പറയുന്നു. അപ്പോൾ അത് റബ്ബിന് മാത്രമേ അങ്ങനെ ഒരു എളുപ്പമുള്ളൂ. ബാക്കി എല്ലാ സൃഷ്ടികളും അവർക്ക് അള്ളാഹു വെച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം മാത്രമാണ്
പ്രവർത്തിക്കുക. അല്ലാതെ വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യാൻ കഴിയില്ല. വ്യവസ്ഥയെ അള്ളാഹു നിശ്ചയിച്ചു. ദുനിയാവിനെ മൊത്തം അള്ളാഹു തആല ആ അസ്ബാബുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് റബ്ബ് ഇവിടെ സംവിധാനിച്ചത്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഏത് പടപ്പുകൾക്കും സാധിക്കുകയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ ഏകത്വം, അവൻ്റെ ഖുദ്റത്ത് ഒക്കെ ഇവിടെ ബോധ്യപ്പെടുത്തണമെങ്കിലും ഇവിടെ വ്യവസ്ഥ ഉണ്ടാകണം. വ്യവസ്ഥ ഉണ്ടാകുമ്പോഴാണ് വ്യവസ്ഥ തെറ്റിച്ചാൽ അറിയുള്ളൂ. വ്യവസ്ഥ ഒന്നുമില്ലെങ്കിൽ പിന്നെ വ്യവസ്ഥ തെറ്റിക്കാതില്ലല്ലോ. പിന്നെ അത്ഭുതം എന്നൊന്നുമില്ല. കറാമത്ത് മുഴുവത്ത് ഇവിടെ പ്രകടമാകണമെങ്കിലും ഇവിടെ വ്യവസ്ഥ വേണം. വ്യവസ്ഥകൾക്ക് അതീതമായിട്ടാണ് കറാമത്തുണ്ടാകുന്നത്. വ്യവസ്ഥകൾക്ക് അതീതമായിട്ടാണ് മുഴുവത്തുണ്ടാകുന്നത്. അപ്പോൾ കറാമത്തും മുഴുവത്തും എന്തിനാണ്? അള്ളാഹുവിൻ്റെ മഹത്വം പഠിപ്പിക്കാനാണ്. ഈ കറാമത്തും മുഴുവത്തും ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിലും ഇവിടെ ഒരു വ്യവസ്ഥ നേരത്തെ ഉണ്ടെങ്കിലേ ആ വ്യവസ്ഥയെ തകർത്തുകൊണ്ടൊരു കാര്യം വരുമ്പോൾ ഇതാ പഠിച്ച റബ്ബിൽ നിന്നാണ്, റബ്ബെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മൂസാ നബി ഇസ്ലാം വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി മാറി. അത് എന്തുകൊണ്ടും ഒരു അത്ഭുതമായി. സാധാരണ വടി താഴ്ത്തിട്ടാൽ സർപ്പമാവൂല. ഒരു സർപ്പം ഉണ്ടാകണമെങ്കിൽ 2 സർപ്പങ്ങൾ ഇണചേർന്ന് അതിൽ നിന്ന് പുതിയ സർപ്പം ജന്മമെടുക്കണം. അതാണ് വ്യവസ്ഥ. അത് അത്ഭുതമല്ല, അത് ഇവിടുത്തെ വ്യവസ്ഥയാണ്. എന്നാൽ വടി താഴ്ത്തിക്കിടുന്നു, അത് പാമ്പായി മാറുന്നു, അത് അത്ഭുതമാണ്. ഇത് അല്ലാഹു തആല ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ അയച്ച റസൂലാണ് ഞാൻ എന്ന് പറയുമ്പോൾ അതിനെന്താ തെളിവ്? ഇതാ തെളിവ്. അള്ളാഹു പ്രകടിപ്പിക്കുന്നു, ഞാൻ വടി താഴ്ത്തിക്കിടും, അപ്പോൾ ആ വടി പാമ്പായി മാറും. ആ പാമ്പിനെ ഞാൻ പിടിക്കും, അപ്പോൾ അത് വീണ്ടും സർപ്പമായി മാറും. അത് എൻ്റെ കഴിവാണ് എന്നല്ല മൂസാ നബി ഇസ്ലാം പറഞ്ഞത്. എനിക്ക് തന്ന കഴിവാണ് എന്നുമല്ല പറഞ്ഞത്. അല്ല പരിചയപ്പെടുത്തിയും അങ്ങനെയല്ല. ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സിറതഹൽ ഊലാ. അല്ലാഹു പറഞ്ഞു ഖുദ്ഹാ, ആ സർപ്പത്തിനെ പിടിച്ചോ, വലാ തഖഫ്, നീ പേടിക്കേണ്ടതില്ല, സനുഈദുഹാ, നാം അതിനെ മാറ്റാം, സിറതഹൽ ഊലാ, അതിൽ ആദ്യ പടിയിലേക്ക് നാം അതിനെ മാറ്റാം. നീ പിടിച്ചോ, ഞാൻ മാറ്റാം എന്നത്. സർപ്പത്തെ പിടിക്കുക എന്നുള്ളത് മുഴുവത്തല്ല. ഒരു പാമ്പിനെ പിടിക്കുക എന്നത് മുഴുവത്തല്ല. ധൈര്യമുള്ള ആർക്കും ചെയ്യാം. നമുക്കെന്താ പിടിക്കാൻ പറ്റാത്തത്? ധൈര്യമില്ലാത്തതുകൊണ്ട്. അതാണ് വലാ തഖഫ് എന്നത്. പേടിക്കണ്ടെന്ന്, നീ പിടിച്ചോന്ന്. പിടിച്ചാൽ ഞാൻ മാറ്റിത്തരാമെന്നത്. അല്ല നീ ആ പാമ്പിനെ പിടിച്ച് വടിയാക്കിക്കോ, വടിനെ പിടിച്ച് പാമ്പാക്കിക്കോ എന്നല്ല പറഞ്ഞത്. നീ പിടിച്ചോ, ഞാൻ മാറ്റാം. അവിടെ സർപ്പത്തെ പിടിക്കുമ്പോൾ സർപ്പം വീണ്ടും വടിയായി മാറുക എന്നത് മുഴുവത്താണ്. അത് വ്യവസ്ഥയല്ല, വ്യവസ്ഥകൾക്കപ്പുറത്താണ്. അത് അല്ലാഹു തആലയാണ് ചെയ്തത്, മൂസാ നബി അല്ല. മൂസാ നബി ഇസ്ലാം ചെയ്ത പണി വടി താഴ്ത്തി കിട്ടതാണ്. അതാണ് അൽഖിഹാ യാ മൂസ, നീ അത് ഇട്ടോ മൂസ. ഇടുക എന്നുള്ളത് മുഴുവത്താണോ? അല്ല. ഒരു വടി താഴ്ത്തി കിടുക എന്നുള്ളത് മുഴുവത്തല്ല. ഇട്ടപ്പോൾ പാമ്പായി മാറിയതാണ് മുഴുവത്ത്. അത് മൂസാ നബി ആണോ ചെയ്തത്? അല്ല. ആണെങ്കിൽ ആ വടി പാമ്പാകുമ്പോൾ മൂസാ നബി ഇസ്ലാം പേടിക്കേണ്ടതില്ല. തൻ്റെ വടി താഴെ ഇട്ട് അത് സർപ്പമായി മാറിയപ്പോൾ അദ്ദേഹം തന്നെ പേടിച്ചു. അപ്പം അല്ലാഹു വിളിച്ചു, പേടിക്കണ്ട. അപ്പം അവിടെ മുഴുവത്ത് അല്ലാഹുവിൽ നിന്നാണ്. എന്തുകൊണ്ട് ഈ അത്ഭുതം കാണിക്കാൻ പറ്റി? ഇവിടെ വ്യവസ്ഥ ഉണ്ടായതുകൊണ്ട്. ഒരു വ്യവസ്ഥയില്ലാതിരിക്കുക, ആരെന്ത് നിലത്ത് കിട്ടാലും അത് എന്തുമായി മാറും എന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഴുവത്ത് ഇവിടെ കാണിച്ചു കൊടുക്കുക? അപ്പം ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഏകത്വം ബോധ്യപ്പെടുത്താൻ ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെങ്കിലും വേണം ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാവുക. ആ വ്യവസ്ഥകൾക്ക് അതീതമായി വരുമ്പോൾ അത് ചില അത്ഭുതങ്ങളായി ആളുകൾക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് സ്വയം ദൈവങ്ങളായി രംഗത്ത് വരുന്ന എല്ലാവരും കാര്യമായി ചെയ്യൽ അത്ഭുതം കാണിക്കലാണ്. ദൈവങ്ങളായി വരുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പണി അത്ഭുതം കാണിക്കാം. അത്തരത്തിൽ കേന്ദ്രത്തിലേക്ക് ആളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ചെയ്യൽ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കലാണ്. അത്ഭുതം കാണുമ്പോൾ അയാൾക്ക് എന്തോ കഴിവുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അപ്പം ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് വിചാരങ്ങളാവട്ടെ, ഷെയ്ഖുമാരാവട്ടെ, അവരെ മുമ്പിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടു പോകാൻ പണിയെടുക്കുന്നവരൊക്കെ ചെയ്യൽ ഓരോ കുറേ അത്ഭുതം പറയും. അവിടെ പോയിട്ടത് കിട്ടി, ഇവിടെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി, അവരെ വാക്കൊണ്ടിരുന്ന് നേടി, ഇങ്ങനെ കുറേ അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അയാൾക്ക് എന്തോ കഴിവുണ്ട്, എന്നാ പോയി നോക്കുക. അങ്ങനെയാണ് കൂട്ടിക്കൊണ്ടു പോകുക. കാരണം ഇത്തരം സിദ്ധിയുണ്ട് എന്ന് കാണിച്ചിട്ട് വേണം അവരേക്ക് ആളെ കൂട്ടാൻ. സിദ്ധിയില്ല, സിദ്ധിയെല്ലാം അല്ലാഹു
അള്ളാഹുവിന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ സിദ്ധിയും അള്ളാഹ്ക്കുള്ളൂ, വേറെ ആർക്കും ഇല്ല. പിന്നെ അതിൽ ഒറിജിനാണോ വ്യാജനാണോ, വ്യാജസിദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇല്ല. സിദ്ധനാണോ അവൻ വ്യാജനാണ്, അല്ല വ്യാജസിദ്ധനും ഒറിജിനൽ സിദ്ധനും വേറെ ഒന്നുമില്ല. അങ്ങനത്തെ സിദ്ധി ഇവിടെ ആർക്കും ഇല്ല. എല്ലാവർക്കുമുള്ള സിദ്ധി എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്, അതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു തആല ആ തത്വം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. സക്കറിയ നബി ചോദിച്ചത് വ്യവസ്ഥയുടെ ചോദ്യമാണ്. എനിക്ക് പ്രായമായി, ഭാര്യ വന്ധ്യയാണ്, പിന്നെ എങ്ങനെ കുട്ടിയുണ്ടാകും? മുഅ്ജിസത്തുള്ള നബിയാണ് ചോദിക്കുന്നത്. മുഅ്ജിസത്തുള്ള വഹയുള്ള നബിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതെ, കദാലിക, കാര്യം അങ്ങനെ തന്നെയാണ്, നീ പറഞ്ഞത് ശരിയാണ്, പ്രായമായിട്ടുണ്ട്, ഭാര്യ പ്രസവിക്കാത്തവളാണ്, അതുകൊണ്ട് സന്താനമുണ്ടാകുക എന്നുള്ളത് അത്ഭുതമാണ്. പക്ഷേ ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, എൻ്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ്, എനിക്കത് നിസ്സാരമായ കാര്യമാണ്. മാത്രവുമല്ല വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ, വഖദ് ഖലഖതുക, വഖദ് തീർച്ചയായും, ഖലഖതുക നിന്നെ ഞാൻ സൃഷ്ടിച്ചുവല്ലോ, വഖദ് ഖലഖതുക നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുമുണ്ട്, മിൻ ഖബ്ലു ഇതിനു മുമ്പ്. ഒരു കുട്ടി ഉണ്ടാകാൻ കൂടി ഇപ്പോഴാണല്ലോ, ഇതിനു മുമ്പ് നിന്നെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? വലം തകു ശൈആ, നീ ഒന്നുമല്ലായിരുന്ന അവസ്ഥയിൽ, വലം തകു നീ ആയിരുന്നില്ല, ശൈആ ഒന്നുമായിരുന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവനാണ് ഞാൻ. ആ എനിക്ക് പിന്നെ നിന്നിൽ നിന്ന് ഒരാളും കൂടി സൃഷ്ടിക്കുക എന്നുള്ളത് എനിക്കത് നിസ്സാരമാണ് എന്ന് കൂടി അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. മിൻ ഖബ്ലാണ് ഉപയോഗിക്കുക, അത് പ്രയോഗമാണ്. മിൻ ഖബ്ലി എന്നല്ല, മിൻ ഖബ്ലു മിൻ ബഅദു എന്ന പ്രയോഗമുണ്ട്. ഇതിനു മുമ്പ് മിൻ ഖബ്ലിഹി എന്നാണ് ശരിക്കുള്ളത്. അതിനുള്ള ഒരു പ്രയോഗമായി വരുന്നതാണ് മിൻ ഖബ്ലു എന്നുള്ളത്. അവിടെ ഇറാബ് മാറൂല, അത് മബ്നിയാണ്, ലമ്മേൽ മബ്നിയാണ്. അപ്പം ഇതിനു മുമ്പ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ്തുക, ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചു, ക നിന്നെ, ഖലഖ്തുക നിന്നെ ഞാൻ സൃഷ്ടിച്ചു, വഖദ് ഖലഖ്തുക നിശ്ചയം നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ആ വാവതാണ്, ഹാലാണ്. ഇതെനിക്ക് എളുപ്പമാണ്. കാരണം എന്താണ്? നിന്നെ പഠിച്ചവനാണല്ലോ ഞാൻ. വലം തകു നീ ആയിരുന്നില്ല, തകു നമ്മൾ പഠിച്ചു ഫസ്റ്റ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ അത് നമ്മൾ പറഞ്ഞു. ഈ ആയത്ത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അവിടെ തക്കുൻ എന്നാണ്, ആ നൂന് കളയപ്പെട്ടിട്ടാണ് വലം തക്കു എന്ന് ഉപയോഗിക്കുന്നത്. നൂന് കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കാം, കളയാതെയും ഉപയോഗിക്കാം. അതാണ് ഫസ്റ്റ് ആയത്ത് പറഞ്ഞപ്പോൾ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, വലം അക്കുൻ അവിടെ നൂനുണ്ട്. ഇവിടെ വലം തക്കു നൂനില്ല. അപ്പോൾ നൂന് ഉണ്ടായിക്കൊണ്ടും ഇല്ലാതെയും ഉപയോഗിക്കാൻ പറ്റും. അല്ല അസ്ലം നമ്മളെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? കാന യക്കൂനു എന്നുള്ള വാക്കാണ്. കാന യക്കൂനു ആവുക, ഉണ്ടാവുക. കാന യക്കൂനു, പിന്നെ തക്കൂനു, തക്കൂനു നീ ആകും, തക്കൂനു നീ ആകും. ഇവിടെ ലമ്മ് വന്നു, ഇതിന് മുമ്പിൽ ലമ്മ വന്നു. ഇത് ഫെയില് മുലാരിയാണ്. ഈ കാന യക്കൂനു എന്നുള്ള വാക്ക് ഫെയില് മുലാരി ആണ്, വർത്തമാനകാല ക്രിയയാണ്. ഇത്തരം ക്രിയകളുടെ മുമ്പിൽ ലമ്മോ ലമ്മിൻ്റെ കൂടെയുള്ളവയോ വന്നാൽ അവസാനത്തിൽ ജസ്മ് ചെയ്യണം, സുക്കൂൻ ചെയ്യണം, സുക്കൂൻ ചെയ്യണം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ വരലെന്താണ്? ഇങ്ങനെ വരണം, ലം തക്കൂൻ എന്നാണ് അസ്ലിയായ നിയമപ്രകാരം വരേണ്ടത്. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ വാവിനും സുക്കൂന്, നൂനിനും സുക്കൂന്. അപ്പോൾ രണ്ട് സുക്കൂൻ ഒന്നിച്ച് വരാൻ അറബി ഭാഷയിൽ പാടില്ല. ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ, സുക്കൂനുള്ള രണ്ടക്ഷരങ്ങൾ ഒരുമിച്ച് വന്നാൽ രണ്ടാൽ ഒന്നിനെ കളയണം എന്നാണ്. ഒന്നിൽ വാവിനെ കളയണം, അല്ലെങ്കിൽ നൂനെ കളയണം. അപ്പോൾ കളയാൻ നല്ലത് ഏതാണ്? വാവ്. എന്തുകൊണ്ട്? ഇതിൽ വാവ് രോഗിയാണ്, നൂന് ആരോഗ്യവാനാണ്. അവൻ രോഗിയെ തൽക്കാലം ഒഴിവാക്കി കൊടുക്കും. അതാണ് ഈ വാവ് എടുത്ത് പോയത്. അപ്പം ലം തക്കുൻ എന്നായി.
അതാണ് വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. എന്നാൽ അറബികൾ ഈ സ്ഥലത്ത് ഉച്ചാരണ സൗകര്യാർത്ഥം ഈ നൂനിനെയും കൂടി കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അത് നിയമമല്ല, ഉച്ചരിക്കാൻ സൗകര്യം എന്ന് പരിഗണിച്ചുകൊണ്ട് ആ നൂനെയും കളഞ്ഞ് അവർ ഉപയോഗിക്കാറുണ്ട്. അതാണ് ലം തകു. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ആയത്തുള്ള പ്രയോഗം, ലം തകു. അപ്പം കാന യകൂനു തകൂനു എന്ന വാക്കാണ് എന്തായത് തകു എന്നായി മാറിയത്. ലം തകു. അറബികൾക്ക് ഓരോ ഭാഷയാണ് അവർക്ക് എന്തും ചെയ്യാം, നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഒരു പലതിനെയും പലയിടത്തും കളഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ കളഞ്ഞുകൊണ്ട് ഉപയോഗിച്ചാണ് ലം തകു. ലം തകുൻ എന്നും ഖുർആൻ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സുബഹിക്ക് ആയത്തിലും കണ്ടു, ഹല്ലത്ത അദൽ ഇൻസാൻ ഹീനം മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ലം യകുൻ അവിടെ നൂനുണ്ട്, ഇതേ വാക്കാണ്. ഇവിടെ തക്കുൻ എന്നാണ്, അവിടെ യകുൻ എന്നാണ്. അപ്പോൾ അവിടെ നൂന് പറഞ്ഞു, ഇവിടെ നൂന് കളഞ്ഞു. അപ്പം രണ്ടും പ്രയോഗമുണ്ട് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വലം തക്കു, നീ ആയിരുന്നില്ല, ശൈഅ ഒന്നുമായിരുന്നില്ല, നീ ഒന്നുമായിരുന്നില്ലാത്ത അവസ്ഥയിൽ നിന്നെ ഞാൻ സൃഷ്ടിച്ചുവല്ലോ എന്നിരിക്കെ എനിക്കത് നിസ്സാരമാണ്. 2-3 കാര്യങ്ങൾ ഈ ആയത്തോടെ കിട്ടി. ഒന്ന്, വ്യവസ്ഥ പ്രകാരമാണ് ലോകം മൊത്തം സഞ്ചരിക്കുന്നത്, അത് അല്ലാഹ് അംഗീകരിക്കുന്നു. 2, ആ വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യാൻ കഴിവുള്ളവൻ അല്ലാഹു തആലയാണ്. പ്രവാചകന്മാരടക്കമാണെങ്കിലും ഏത് മനുഷ്യന്മാരാണെങ്കിലും അവർക്കും ഈ വ്യവസ്ഥ ബാധകമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഇത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ ഈ ഒന്നുമായിരുന്നില്ല എന്ന് ഒരു നബിയോട് അല്ലാഹു തആല ഇവിടെ പറയുന്നു. അല്ലാതെ നൂഹ് നബിയുടെ കപ്പലിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ഇവിടെ മാലയിൽ പറയുന്ന ആ ആശയമല്ല. ഇവിടെ ഔലിയാക്കന്മാരെ പറ്റിയൊക്കെ പറയാണ് ഓല് പണ്ടേ ഉണ്ട് എന്നാണ്. നൂഹ് നബിയുടെ കപ്പലിലും അതേപോലെ ഇബ്രാഹിം നബിയുടെ കൂടെയും മൂസാ നബിയുടെ കൂടെയും ഒക്കെ ഞാനുണ്ടായിരുന്നു എന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് ഷെയ്ഖിനെ പറ്റി പ്രചരിപ്പിക്കുന്നത്. പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും ശരിയുമല്ല. ഇനി പറഞ്ഞു വിചാരിക്കാം, എന്നാ അപ്പോൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇത് മലക്ക് മുഖേനയാവാനാണ് സാധ്യത. കാരണം മലക്ക് വന്നിട്ടാണ് സന്തോഷ വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ ആ മലക്കിനോട് ചോദിക്കുകയും മലക്ക് മറുപടി കൊടുത്തതുമായിരിക്കും എന്നാണ് തഫ്സീറിൽ പൊതുവെ വരുന്ന ചർച്ചകൾ. ഈ നേരിട്ടായാലും വിരോധമൊന്നുമില്ല, വഹിയുള്ള നബിയാണ്, അപ്പോഴും മലക്ക് വഴിക്കാനാണ്. അതെ, ആ സംസാരം മൂസാ നബി ഇസ്ലാം മാത്രമാണ്. മറ്റൊരുണ്ടെങ്കിൽ തന്നെ മലക്ക് മുഖേനയായിരിക്കും. വഹി അല്ലാഹ് പറഞ്ഞേക്കൽ മലക്കിലൂടെയാണ്. അപ്പം മലക്കിനോട് പറയും, അല്ലാഹു തആല മറുപടി പിന്നീട് മലക്കിനെ പറഞ്ഞയച്ചു കൊണ്ട് നൽകും. അപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ ഞാൻ മുമ്പേ സൃഷ്ടിച്ചവനാണ് ഞാൻ എന്നിരിക്കെ നിന്നിൽ നിന്നൊരു കുട്ടിയെ ഇനി ഉണ്ടാക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല എന്ന് നിൻ്റെ റബ്ബില പറയുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടുത്തെ കാല മലക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് കാല മലക്ക് പറഞ്ഞു, കദാലിക അപ്രകാരമാണ്. കാരണം എന്താ, ഖാല റബ്ബുക, നിൻ്റെ റബ്ബ് പറയുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇത് മലക്കായിരിക്കാം ആദ്യത്തെ കാല. അതല്ല ഇനി മലക്ക് പറഞ്ഞാണെങ്കിലും അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ്, മലക്ക് സന്ദർശനത്തിൽ പറഞ്ഞതല്ല. അവിടെ അള്ളാഹുവിൻ്റെ കലാമായി വരുമ്പോൾ ഇനി മലക്കിലേക്ക് ചേർത്തി പറയേണ്ട കാര്യം ഇല്ല. ഖാല റബ്ബി ജഅൽ ലി ആയ. അവൻ ബോധ്യപ്പെട്ടു, ഏതായാലും കുട്ടി ഉണ്ടാകാൻ പോകുന്നു. ഒരു സംശയം ഉന്നയിച്ചു, ആ സംശയത്തിന് കൃത്യമായ മറുപടിയും കിട്ടി. എന്നാലും ഒന്നുകൂടെ ഒരു സമാധാനത്തിന് വേണ്ടി സക്കറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആവശ്യം കൂടി ഉന്നയിക്കുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇജ്അൽ ലി ആയ, ഇജ്അൽ ലി, എനിക്ക് നീ നിശ്ചയിച്ചു തരണേ, ആയത്തൻ, ഒരു ദൃഷ്ടാന്തം നീ എനിക്ക് നിശ്ചയിച്ചു തരണേ. ഒന്നല്ല, കുട്ടി ഉണ്ടാകുമ്പോൾ സന്തോഷത്തൊക്കെ കിട്ടി. എന്നാലും ഈ വയസ്സുകാലത്ത് ഈ പ്രസവിക്കാത്ത ഭാര്യയിൽ അവൾ ഗർഭിണിയായി കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ്ക്ക് എളുപ്പമാണ്, ശരി, ബോധ്യമുണ്ട്. ആ അവിടുത്തെ കൽബിന് ഒരു തുമനീനത്ത്. അതെ, അതെ, അത് മനുഷ്യൻ്റെ കൽബിനെ. ഇബ്രാഹിം ഇസ്ലാം ചോദിച്ചല്ലോ, അപ്പം നീ എങ്ങനെയാണ് മരിച്ചവരെ
ജീവിപ്പിക്കുക. അപ്പം അള്ളാഹു ചോദിച്ചു, നീ വിശ്വസിക്കുന്നില്ലേ? വിശ്വാസമുണ്ട്. കൽബിനൊരു സമാധാനം കിട്ടാൻ, അത് മാനുഷികമാണ്. പ്രവാചകന്മാരും മാനുഷിക സ്വഭാവത്തിൽ നിന്ന് പുറത്തല്ല. വിശ്വാസം കൊണ്ട് ഉറപ്പുണ്ട്. ഉറപ്പുണ്ടായിട്ട് ചോദിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ റബ്ബേ എന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല. അപ്പൊ ഉറപ്പാണ്, ബോധ്യമുണ്ടെങ്കിൽ പോലും മനസ്സിനൊരു സമാധാനം അത് ഉണ്ടാവില്ല എന്ന് സംശയം ഉണ്ടായതുകൊണ്ടല്ല. അല്ലാഹ് പറഞ്ഞാൽ അവർക്ക് ഉറപ്പ് തന്നെയാണ്. അപ്പം മനസ്സിനൊരു സംതൃപ്തി, അത് ഇബ്രാഹിം നബിയുടെ ഈ ആയത്തിൽ തഫ്സീലൊക്കെ അത് എടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ആ ചോദ്യത്തെ എങ്ങനെയാണ് കൈഫ തുഹീൽ മൗത്ത് അയച്ച്, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക? ഖാല അവലം തുഅ്മിൻ, നീ വിശ്വസിക്കുന്നില്ലേ ചോദിച്ചു. ഉണ്ട്, ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, വിശ്വാസമുണ്ട്, പക്ഷെ കൽബിനൊരു തുമഇനത്ത്, മനസ്സിനൊരു സമാധാനം. നമ്മൾ സാധാരണ ജീവിതത്തിലൊക്കെ അല്ലാതെ പറ്റില്ലെങ്കിലും ആരെങ്കിലും ആൾ നമ്മളോട് സംഗതി ഓഫറൊക്കെ പറഞ്ഞു, നമുക്ക് ഉറപ്പുണ്ടെന്നാലും സംഗതി ചിലർക്ക് പറഞ്ഞേക്കിടുന്നാലും എന്തോ എനിക്കതങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല എന്ന് മനുഷ്യന്മാരെ പറ്റി നമ്മൾ പറയും. അപ്പോൾ ഒരു ദൃഷ്ടാന്തം റബ്ബേ എനിക്ക് നൽകണേ. ഖാല റബ്ബി ജഅല്ലി ആയ, കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നതിന് ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം റബ്ബേ നീ എനിക്ക് ഉണ്ടാക്കിത്തരണം, നിശ്ചയിച്ചു തരണം. ഖാല റബ്ബി ജഅല്ലി ആയ ഒക്കെ പരിചയമുള്ള വാക്കാണ്. റബ്ബി ഇജ്അൽ, ജഅല യജ്അലു ഇജ്അൽ, ലീ എനിക്ക്, ആയത്തൻ ദൃഷ്ടാന്തം, അടയാളം, അടയാളം, അതാണ് ആയത്ത്. ഇപ്പോൾ ഖുർആനിലെ ആയത്തുകളും ഇതേ വാക്കാണ്. ഖുർആനിലെ ഓരോ വചനവും ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ആയത്ത് എന്നുള്ള പേര് വന്നത്. ശരിക്കും ആയത്തിനാൽ വചനം എന്നല്ല അർത്ഥം. ആയത്തിന് വചനം എന്നർത്ഥമില്ല. ആയത്ത് ദൃഷ്ടാന്തം, അടയാളം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പം ഖുർആനിലെ ഓരോ വചനവും സ്വന്തം നിലയ്ക്ക് തന്നെ ഓരോ വചനവും ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് ഖുർആനിക വചനങ്ങൾക്ക് ആയത്ത് എന്ന പദം പിന്നീട് പേരായി ഉപയോഗിക്കപ്പെട്ടത്. ഇജ്അല്ലി ആയ, എനിക്കൊരു ദൃഷ്ടാന്തത്തെ റബ്ബേ നീ നിശ്ചയിച്ചു തരണേ. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ആയത്തുക, നിനക്കുള്ള ദൃഷ്ടാന്തം, നിന്റെ അടയാളം, അല്ലാ തുകല്ലിമന്നാസ, അല്ലാ തുകല്ലിമന്നാസ, നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കുക എന്നതാണ്. അല്ലാ തുകല്ലിമ, തകല്ലമ സംസാരിച്ചു, യതകല്ലമു, കല്ലമ യുകല്ലിമു, കല്ലമ യുകല്ലിമു തുകല്ലിമു, കല്ലമ സംസാരിച്ചു, കല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന് പറഞ്ഞ കല്ലമ സംസാരിച്ചു, കലാം, കല്ലമ യുകല്ലിമു തുകല്ലിമു, ലാ തുകല്ലിമു നീ സംസാരിക്കുകയില്ല, അല്ലാ തുകല്ലിമ നീ സംസാരിക്കാതിരിക്കുക എന്നതാണ്. അന്നാസ, ജനങ്ങളോട് നീ സംസാരിക്കാതിരിക്കുക എന്നതാണ് ദൃഷ്ടാന്തം. സലാസലയാലിൻ, 3 രാവുകൾ, 3 രാത്രി, 3 ദിവസങ്ങൾ. രാത്രിയാണെങ്കിലും ഇവിടെ സംസാരശേഷി നഷ്ടപ്പെടുക അല്ല, സംസാരിക്കാൻ കഴിയാതെ പോവുക. സംസാരശേഷി 3 ദിവസത്തിന് മിണ്ടാൻ പറ്റുന്നില്ല, സംസാരശേഷി പിൻവലിക്കപ്പെട്ടു പോയി. സലാസലയാലിൻ സവിയ്യ, അതാണ് സവിയ്യ. സവിയ്യ ശരിയായ നിലയിൽ എന്ന നേരർത്ഥം. അഥവാ രോഗമില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതല്ല, ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് 3 ദിവസം ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. അതും ആഞ്ഞം, അതും തുകല്ലിമന്നാസ എന്ന് പ്രത്യേകം പറഞ്ഞു, ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത്. അതിൻ്റെ സ്ഥാനത്ത് തഫ്സീറിൽ കാണാം ദിക്ർ ചൊല്ലാൻ കഴിയുന്നുണ്ട്, ദിക്ർ ചൊല്ലാൻ, അതേപോലെ ദുആ ചെയ്യാൻ, അതിനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാരോട് പറയാൻ കഴിയില്ല. അദ്ദേഹം പള്ളിക്ക് ഇമാമാണല്ലോ, അദ്ദേഹം പള്ളിയിൽ താമസിക്കുന്നത്, അവിടെയാണ് ജനങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ജനങ്ങളോട് സംഗതി പറയാനോ ഒരു ഉപദേശം കൊടുക്കാനോ ക്ലാസ് എടുക്കാനോ ഒന്നിനും കഴിയില്ല. മിണ്ടാതെ നിന്നാൽ ഇവിടെ പുറത്തേക്ക് വരില്ല. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ദിക്റുകളും ദുആകളൊക്കെ തസ്ബീഹുകളൊക്കെ തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ പറ്റും. അദ്ദേഹം തസ്ബീഹ് ചെയ്യുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു. പക്ഷെ ജനങ്ങളോട് സംസാരിക്കാൻ നിന്നാൽ സംസാരം പുറത്തേക്ക് വരുന്നില്ല. ഇത് ദൃഷ്ടാന്തമായി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തു. അതാണ് പിന്നെ അദ്ദേഹം ജനങ്ങൾക്ക് ആംഗ്യം കാണിച്ചൊക്കെ പറഞ്ഞത്. 3 ദിവസം മിണ്ടാൻ കഴിയാതെ പിന്നെ അദ്ദേഹം ജനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് പറയാണ്.
അതെ, മഠങ്ങൾ അവിടെയാണ്. അതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതാണ് മെഹ്റാബ്, അവിടുത്തെ ആ മെഹ്റാബാണ്, നമ്മുടെ ഈ മെഹ്റാബല്ല. അപ്പം അദ്ദേഹത്തിന് അള്ളാഹു ദൃഷ്ടാന്തം കൊടുത്തതാണ്. അതൊന്നുണ്ട്, മൗനവ്രതമുണ്ട്. അത് സംസാരിക്കാൻ കഴിയും, പക്ഷേ നേർച്ചാക്കും. അതെ, മൗനവ്രതം, സംസാരിക്കാതിരിക്കുക എന്നുള്ള നോമ്പെന്നുണ്ട്. ആ ശരീഅത്തിൽ അങ്ങനെയാണ്. നോമ്പ് നോറ്റാൽ ഭക്ഷണം കഴിക്കാം, മിണ്ടാൻ പാടില്ല എന്നാണ്. നമുക്ക് വർത്തമാനം പറയാം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് ഓരോ ശരീരത്തിലും ഓരോ രീതികളാണ്. അപ്പോൾ അന്നത്തെ നിയമങ്ങളിൽ, അന്നത്തെ ശരീഅത്തുകളിൽ അന്ന് നിശ്ചയിക്കപ്പെട്ടത് നോമ്പുകാരനായാൽ സംസാരത്തിൽ നിന്ന് മിണ്ടാതൊക്കെ. നോമ്പ് സൗമ് എന്ന് പറഞ്ഞാൽ ഇംസാക്കിനാണ്. ഇംസാക്ക്, പിടിച്ച് നിൽക്കുക. എന്തിൽ നിന്ന് പിടിച്ചു നിന്നാലും സൗമ് എന്ന് പറയാം. സംസാരത്തിന് പിടിച്ചു നിന്നു, ഭക്ഷണത്തിന് പിടിച്ചു നിന്നു, അതൊക്കെ സൗമാണ്. അപ്പോൾ അന്നത്തെ നോമ്പ് മൗനവ്രതമാണ്. ഭക്ഷണമൊക്കെ കഴിക്കുക, വെള്ളം കുടിക്കാമെന്ന് പ്രശ്നമില്ല, പക്ഷെ ഒരു അക്ഷരം മിണ്ടരുത്. നമുക്ക് തിരിച്ചാണ്, ഭക്ഷണം വെള്ളം പറ്റൂല, സംസാരത്തിന് പറ്റും. അത് ഓരോ കൗമിനനുസരിച്ചാണ് അല്ല കൊടുക്കുക. പറയുമ്പോൾ അവിടെ അതാണ് നോമ്പാണ്. നിലത്തുൽ റഹ്മാൻ സൗമാണ്, ഞാൻ അള്ളാഹ്ക്ക് സൗമ് നേർച്ചയാക്കിയിരിക്കുന്നു. അതിനാൽ ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ്യ, ഇന്നൊരു ഇൻസിനോട് ഞാൻ മിണ്ടുകയില്ല, എനിക്ക് നോമ്പാണ്. പറയുമ്പോൾ അപ്പോൾ അതാണ്. ഇപ്പം നമുക്ക് സ്വയം തീരുമാനിച്ചതാണ്, നോമ്പ് നേർച്ചയാക്കിയതാണ്. ഞാൻ അള്ളാഹ്ക്ക് നോമ്പ് നേർച്ചയാക്കി, അതിനാൽ ഞാൻ ഇന്ന് മിണ്ടൂലാന്ന് കഴിയും. പക്ഷേ അന്ന് നോമ്പ് പറ്റൂ. നോമ്പ് വെച്ചാൽ അവനെ മിണ്ടാൻ പറ്റുന്നല്ലോ. നമ്മളിപ്പോൾ നോമ്പ് വെച്ച ഒരാൾ ചോറിന് വിളിച്ചാൽ എനിക്ക് നോമ്പാണ്, വേണ്ടാരല്ലോ എന്ന പോലെ അവരന്നതാണ് സ്വീകരിച്ചത്. നമുക്കത് കഴിയൂലെന്ന് അള്ളാഹ്ക്ക് അറിയാം. അതോടെ നമ്മോട് ഭർത്താനൊക്കെ പറഞ്ഞോളി ഭക്ഷണം കഴിക്കണ്ട. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ തോന്നും നമുക്ക് ആ നോമ്പാണ് സുഖമായിരുന്നു തിന്നാലോ, പക്ഷേ നോമ്പ് തുടങ്ങുന്ന മുമ്പ് നമ്മളിത് മുറിയും, നമുക്കെന്നെ ഉണ്ടാക്കാൻ വയ്ക്കണേ. അപ്പോൾ ഓരോ കൗമിനനുസരിച്ച് അള്ളാഹുത്താല നിയമങ്ങൾ നൽകാറുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നോമ്പിലേക്കാൾ ഭയങ്കര പ്രയാസമായിരിക്കും നമുക്കൊക്കെ. അല്ല, എങ്ങനെ ഉപയോഗിക്കലുണ്ട്? അത് ഒന്നിച്ച് ഉപയോഗിക്കുമ്പോഴാണ് രാത്രി പകൽ. ഒരു സ്ഥലത്തിപ്പോൾ ലൈലും അതേപോലെ നഹാറും, അല്ലെങ്കിൽ ലൈലും യൗമ ലൈല എന്നുപയോഗിച്ചാൽ അവിടെ യൗമ പകലും ലൈല് രാത്രിയുമാണ്. എന്നാൽ യൗം എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ പകൽ എന്നർത്ഥമുണ്ടെങ്കിലും ദിവസം എന്ന അർത്ഥത്തിലാണ് സാധാരണ ഉപയോഗിക്കുക. എന്നപ്പോൾ ലൈല് രാത്രി എന്നർത്ഥം, പക്ഷേ ദിവസം എന്ന അർത്ഥത്തിൽ ലൈൽ എന്ന വാക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാണ് ഇത്. ഇപ്പം സലാസ ലയാലിൻ, 3 രാത്രികൾ എന്നല്ല, 3 ദിവസങ്ങൾ എന്ന് തന്നെയാണ്. രാവും പകലും അടക്കമുള്ളതാണ് അവിടെ. ഇപ്പം മൂസാ നബിയെ പറഞ്ഞല്ലോ, പിന്നെ അള്ളാഹുവിൻ്റെ മീഖാത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ 30 രാത്രികൾ എന്ന് പറഞ്ഞ അവിടെയും രാത്രി മാത്രമല്ല, രാവും പകലും കൂടെയുള്ള താണ് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഒന്നിച്ചുപയോഗിക്കുമ്പോൾ ഇപ്പോൾ ആദ്യ സമൂഹത്തെ ശിക്ഷ പറഞ്ഞപ്പോൾ അവിടെ ലയാലിൻ വസമാനിയത്ത അയ്യാം, അപ്പം ലയാല് രാത്രിയാണ്, 7 രാത്രികളും 8 പകലുകളും. വസമാനിയത്ത അയ്യാം, അത് രണ്ടും ഒരു സ്ഥലത്ത് വന്നു, ലൈലും യൗമും കൂടെ വന്നു. അപ്പം ലൈല് രാത്രിയും യൗമ് പകലുമായിട്ട് വരും. ഒറ്റക്ക് ഉപയോഗിച്ചാലും അങ്ങനെ പറയാം. രാത്രി അർത്ഥത്തിൽ മാത്രം ലൈൽ ഉപയോഗിക്കാം, യൗമൊന്നും കൂടെ ഇല്ലാതെ ലൈൽ എന്ന പദം മാത്രം ഉപയോഗിച്ചാൽ രാത്രി എന്ന് വരും. ലൈലി, അവിടെ ലൈല് രാത്രിയാണ്. സമാനമായ ഒരുപാട് പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. സലാസ ലയാലിൻ, ലൈലുൻ ജംആണ് ലയാലി, ലൈലുൻ ബഹുവചനം ലയാലി രാത്രികൾ അല്ലെങ്കിൽ ദിവസങ്ങൾ. സലാസ ലയാലിൻ 3 രാത്രികൾ അഥവാ 3 ദിവസങ്ങൾ നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കുക എന്നതാകുന്നു ദൃഷ്ടാന്തം. സവിയ്യൻ, ശരിയായ നിലയിൽ എന്ന് പറഞ്ഞാൽ മിൻ ഗൈരി മറദിൻ എന്നാണ് തഫ്സീർ കാണുന്നത്. രോഗം കാരണമോ മറ്റെന്തെങ്കിലും ഒരു അഴിബ് കാരണമോ അല്ല, സംസാര ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല. ഒരു അസുഖം വന്നിട്ട് ചിലപ്പോൾ മിണ്ടാൻ വയ്യാതാവും, എന്തെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ പേടിച്ചു അപ്പോഴൊക്കെ മിണ്ടാൻ കഴിയാതാവും. അങ്ങനെയൊന്നുമില്ല, ഇതൊരു ദൃഷ്ടാന്തമായി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതാണ് സവിയ്യൻ എന്ന് പറഞ്ഞത്. ശരിയായ രീതിയിൽ തന്നെ
ഒരു കുഴപ്പവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ തന്നെ എന്നാൽ ജനങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുമില്ല. അപ്പോൾ ഇതാണ് അല്ലാഹു തആല ദൃഷ്ടാന്തമായി കൊടുത്തത്. അപ്പോൾ അത് അതേപോലെ ഉണ്ടാവുകയും ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് 3 ദിവസം മിണ്ടാൻ കഴിയാതായി. അപ്പം കൽബിന് ബോധ്യപ്പെട്ടു, ഇതാ എന്നാൽ പിന്നെ ഞാൻ അടുത്തതും ഏതായാലും ഉണ്ടാവും. ഈ ദൃഷ്ടാന്തം കണ്ടല്ലോ, നയിക്കുന്നതിൻ്റെ അടയാളം അവിടെ അനുഭവപ്പെട്ടു. അപ്പം ഇനി റബ്ബ് നൽകിയ വാഗ്ദാനം സത്യമാണ്, അതും കാത്തിരിക്കാം എന്ന ഒരവസ്ഥ സ്വാഭാവികമായി മനുഷ്യന് ഉണ്ടാകും. ശരി, അവിടെ നോട്ടെ. മൊത്തമർത്ഥം ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. അള്ളാഹു പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാണ്. ഖാല റബ്ബുക, എൻ്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, അതെനിക്ക് എളുപ്പമാണ്, നിസ്സാരമാണ്. വഖദ് ഖലഖ്തുക, നിശ്ചയം നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുമുണ്ടല്ലോ. വലം മിൻ ഖബ്ലു, ഇതിനു മുമ്പ്. വലം തകു ശൈആ, നീയാവട്ടെ ഒന്നുമായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖാല, സക്കറിയ നബി സ്വലാം പറഞ്ഞു, റബ്ബി ജഅൽ ലീ ആയ, എൻ്റെ റബ്ബേ നീ എനിക്ക് ദൃഷ്ടാന്തം, ഒരു അടയാളം നീ നിശ്ചയിച്ചു തരണേ. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ആയത്തുക, നിനക്കുള്ള ദൃഷ്ടാന്തം, അല്ലാ തുകല്ലിമന്നാസ, ജനങ്ങളോട് നീ സംസാരിക്കാതിരിക്കുക എന്നതാണ്. സലാസലയാലിൻ, 3 രാത്രികൾ അഥവാ 3 ദിവസങ്ങൾ നീ സംസാരിക്കാതിരിക്കുക. സവിയ, ശരിയായ നിലയിൽ. ഇനി സവിയയ്ക്ക് മറ്റൊരു വ്യാഖ്യാനം കൊടുത്തത് 3 രാത്രി തുടർച്ചയായിട്ടാണ്. സലാസലയാലിൻ സവിയ, 3 ദിവസം ഒന്നാകെ സമമായ നിലയിൽ 3 ദിവസം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ 3 രാവും പകലും ഒന്നാകെ സംസാരിക്കാൻ പറ്റാതാവുക എന്നും അതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തതാണ് കൂടുതലും തഫ്സീറിലൊക്കെ അംഗീകരിച്ച് പോകുന്ന ഒന്നാമത്തെ അഭിപ്രായം മറ്റേതാണ്. വല്ലാഹു അഅലം. ഒന്നുകൂടെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سبيا سبحانك اللهم